നമ്മൾ നോക്കാൻ പോകുന്നത് കേരള വിഷൻ ഡിസംബർ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊമോഷണൽ ഓഫർ. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനുവരി 31 വരെയാണ് ആ ഓഫർ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ മാസം നവംബർ 1 സ്റ്റാർട്ട് ചെയ്ത 2 പ്ലാൻസ്, അത് മെയിൻലി ഫോർ വോയിസ് ഓവർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആ ഒരു ഫീച്ചറിന് വേണ്ടിയുള്ളൊരു എനേബിൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻസ് ആണ്. ആ ഒരു ഫീച്ചർ ഒരു 2 മാസത്തിനകത്ത് വരുമെന്നാണ് ഒരു അപ്ഡേറ്റ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാൻസ് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി കാണാൻ പറ്റും. കസ്റ്റമർ കെയറിൽ നിന്ന് വിളിച്ചതിന് ശേഷം ഈ 2 പ്ലാൻ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ ആക്ടിവേറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ പോർട്ടലിൽ അവൈലബിൾ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് റീചാർജ് ചെയ്യാൻ പറ്റും. പുതിയ പ്ലാൻസ് എന്ന് പറയുന്നത് പ്രൊമോഷണൽ പ്ലാൻ ആണ്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പ്ലാൻ നമുക്ക് നോക്കാം. 30 Mbps 4 TB 4000 GB വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 444 പ്ലസ് GST വരും. അപ്പോൾ അടുത്തത് 60 MBPS 4 TB 4000 GB വെച്ചിട്ട് 555 പെർ മന്ത് ആണ് വരുന്നത്, പ്ലസ് GST ആണത്. 100 MBPS പ്ലാൻ ഉണ്ട്, 4 TB 4 TB. ഇപ്പോൾ 777 പ്ലസ് GST വരും. അപ്പോൾ ഈ 3 പ്ലാൻസ് ആണ് ഇൻട്രൊഡക്ടറി ഓഫർ ആണ് ഇപ്പം കേരള വിഷൻ അനൗൺസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്കീമിൽ എടുക്കുന്നവർക്ക് 6 മാസം വരെ, ഈ സ്കീം ഓപ്റ്റ് ചെയ്യുന്നവർക്ക് 6 മാസം വരെ ഈ പ്ലാൻസ് പ്രൊമോഷണൽ ബേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആർക്കൊക്കെ പ്ലാൻ കിട്ടും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആർക്കും ഈ ഒരു പ്ലാൻസ് കിട്ടില്ല. പുതിയതായിട്ട് കണക്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പ്ലാൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയതായിട്ട് കണക്ഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഈ 30 MBPS 444 പ്ലാൻ വേണോ, അതുപോലെ 60 MBPS 555 പ്ലാൻ വേണോ, അതോ 100 MBPS 777 പ്ലാൻ വേണോ? ഈ 3 പ്ലാനിൽ ഏത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ റീചാർജ് ഓപ്ഷൻ ഈ ഒരു പ്ലാനിനില്ല. നിങ്ങൾ LCO യൂസ് ചെയ്യുന്ന ആപ്പ് ത്രൂ മാത്രമേ ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രൊമോഷണൽ ഓഫർ, ലൈക്ക് BSNL ജിയോ ഒക്കെ ചെയ്യുന്നത് പോലെ പ്രൊമോഷണൽ ബേസിസിലാണ് ഈ ഒരു ഓഫർ ഇപ്പം കേരള വിഷൻ കൊണ്ടുവരുന്നത്. ഈ പ്ലാൻസ് എല്ലാം പ്രൊമോഷണൽ ബേസിസിലാണ് കേരള വിഷൻ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ ഡിസംബർ 1 തൊട്ടാണ് ഈ പ്ലാൻസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നവർ. അതിനുശേഷം നമുക്ക് കണക്ഷൻ എടുക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന 3 പ്ലാനിലും ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. അത് നിങ്ങളുടെ റിക്വസ്റ്റ് പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഏത് സ്പീഡിലുള്ള പ്ലാനാണ് വേണ്ടതെന്നുള്ളത് വെച്ചത് നിങ്ങൾ കണക്ഷൻ തരുന്ന കേബിൾ ഓപ്പറേറ്ററിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആപ്പ് ത്രൂ അത് ആക്ടിവേറ്റ് ചെയ്ത് തരും. അപ്പോൾ മനസ്സിലായില്ലേ, വളരെ കുറഞ്ഞ റേറ്റിലാണ് 100 MBPS നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ 60 MBPS കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കണക്ഷൻ എടുക്കുമ്പോൾ ഈ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാം. പക്ഷേ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനൊന്നും ഇത് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു പ്രൊമോഷണൽ പ്ലാൻ ആണ്, ഓൺലി ഫോർ ന്യൂ കസ്റ്റമേഴ്സ്. അപ്പോൾ ഈ ഒരു പ്ലാൻ കേരള വിഷൻ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് കൊണ്ടുവരുവാണെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ നോക്കുമ്പോൾ BSNL ഒക്കെ ഇങ്ങനെയുള്ള പ്ലാൻസ് ഒക്കെ പെർമനന്റ് ആക്കി കഴിഞ്ഞു. പെർമനന്റ് ആക്കിയിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും, കേരളം വൈഡായിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പ്ലാൻസ് കേരള വിഷൻ കൊണ്ടുവരാൻ നോക്കുക, അല്ലെങ്കിൽ യൂസർ ബേസ് നല്ലപോലെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കേരള വിഷൻ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.